പിന്നെ ഇതൊരു വ്യൂസിന് വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ല കേട്ടോ. ഹലോ ഗായ്സ്, ഞാനിപ്പോൾ നമ്മുടെ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഇപ്പൊ വൈറലാവണമെങ്കിൽ ബസ്സിൽ കയറിയാൽ മതി കേട്ടത്. ഇന്നലെ ഞാനൊരു പബ്ലിക് ബസ്സിൽ നിന്നുള്ള ഒരു വീഡിയോ ഷെയർ ചെയ്ത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരാള് മനഃപൂർവ്വം എന്റെ ശരീരത്തിൽ സ്പർശിക്കുന്ന ഒരു വീഡിയോ. എന്റെ കയ്യിൽ ഒരുപാട് നമ്പർ ഉണ്ട്, അതിലൊന്ന് ക്ലിക്കായാൽ ഞാൻ പിടിച്ചങ്ങ് കേറും. എന്നിട്ട് ശരിക്കും ഇത് കാണിക്കുന്ന എന്താണെന്നറിയോ? അയാൾക്ക് അയാളുടെ ഇമ്പൾസ് കൺട്രോൾ ചെയ്യാനുള്ള ശേഷിയില്ല. ആരാ പറഞ്ഞു നിങ്ങളോട് സൊസൈറ്റി ഒപ്പം നിൽക്കില്ല? വീഡിയോ ഇട്ടാൽ മാത്രമേ നിങ്ങളൊപ്പം സൊസൈറ്റി നിൽക്കുന്ന നിങ്ങളെ വിചാരം? അത് പിന്നെ എന്താന്ന് വെച്ചാലേ, ഞാൻ ഈ ഫസ്റ്റ് എന്റെ മുന്നിൽ നിൽക്കുന്ന ഒരു പെൺകുട്ടിക്കുള്ള ഡിസ്റ്റർബൻസ് കണ്ടിട്ട് എന്റെ ഫോണിൽ വീഡിയോ ഓൺ ആക്കി ഇങ്ങനെ പിടിച്ചു. അയ്യോ, എന്നിട്ട് എന്ത് പറ്റി? ഇതൊരു മെയിലിന്റെ നോർമൽ ബിഹേവിയർ അല്ല, ഇൻസ്റ്റിങ്ക്റ്റും അല്ല, ടെംപ്റ്റേഷനും അല്ല, പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയർ. ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്ക് അത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തതിന്റെ ഉദ്ദേശം എന്താന്ന് വെച്ചാൽ, നിന്റെ മനസ്സിൽ 100,000 ദുഷ്ടത്തരങ്ങളുണ്ട്, പിന്നെ നിനക്ക് തന്നെ പിടിയില്ലാത്ത ചീപ്പ് കോംപ്ലക്സും ആവശ്യത്തിന് വട്ടും. ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. സൊസൈറ്റി അയാളെ ചോദ്യം ചെയ്യണം. തെറ്റിദ്ധാരയാണ് നിങ്ങൾക്ക്. അവിടെയാണ് പറഞ്ഞത് നിങ്ങൾ റീച്ചിന് വേണ്ടി ചെയ്യുന്ന ഗിമിക്കാ ഇത് എന്നുള്ളത്. അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം. നിനക്കൊരു വിചാരമുണ്ട് നീ ഭയങ്കര ബോൾഡാണെന്ന്. ബോൾഡല്ല, ബോൾട്ടാണ്, ബോൾട്ട്. ഒരു ബസ്സിനകത്ത് നിങ്ങൾക്കൊരു പ്രശ്നം നേരിട്ട പെണ്ണുങ്ങൾക്ക് എസ്പെഷ്യലി ഇഷ്ടം പോലെ ആളുകൾ ചോദിക്കാനുണ്ടാവും. അതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഒരാള് സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമില്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും. എങ്ങനെയാ എന്റെ ദേവിയെ മനുഷ്യന്മാരുടെ ഉള്ളറിയാ? മതി, നിർത്തതി. ഉള്ളറാണെങ്കിൽ ഇന്ന് എന്റെ വായിക്കകത്തോട്ട് ഇറങ്ങി നോക്ക്. അധികം ഞെളിയല്ലേ, ഒടിഞ്ഞു. അപ്പൊ ഈ കുടുംബം അത് അറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ. എല്ലാറ്റിനും ഒരു വഴിയുണ്ട്. ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന ആരോപണം നേരിട്ട യുവാവ് ജീവനൊടുക്കി. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപകിനെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഒരു മനുഷ്യനെ മനഃപൂർവ്വം ചതിക്കുന്നതിനേക്കാൾ വലിയൊരു നീചപ്രവൃത്തി ഈ ലോകത്ത് വേറെ ഇല്ല. ബസ്സിൽ വെച്ച് ദീപക് ശരീരത്തിൽ സ്പർശിച്ചു എന്നാണ് ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആരോപണം. നമ്മുടെ നാടാകെ മാറിപ്പോയടാ. എല്ലാവർക്കും ആദ്യം കേൾക്കുന്ന വിശ്വസിക്കാനും അതിന്റെ പുറകെ പോകാനും ഇഷ്ടം. സത്യം എന്താണെന്ന് ആർക്കും അറിയണ്ട.